ഹായ് ഗുഡ് മോർണിംഗ്. നമുക്ക് മാൾട്ടയിൽ ഒരു മോർണിംഗ് നോക്കിയാലോ? എനിക്ക് കുറച്ച് ദിവസമായിട്ട് തുടങ്ങിയ പരിപാടിയാണ്. ഈ ബീച്ചിൻ്റെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കുറേ നേരം ഇരിക്കുക, കുറച്ച് നേരം നടക്കുക, നല്ല രസമാണ്. മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആകും. വേറെ ഒന്നല്ല, ആ റൂമിൽ ഇരിക്കുമ്പോൾ നമ്മളെ തന്നെ പിന്നെ നമ്മുടെ റൂമിൽസിനല്ലേ കാണുന്നുള്ളൂ. 10 ആൾക്കാരെ കാണുമ്പോൾ മൈൻഡിലൊക്കെ ഒരു ആശ്വാസമാണ്. ഇത്രയും പേരൊക്കെ ഉണ്ടല്ലോ എന്നുള്ളൊരു സുഖം കിട്ടും. പിന്നെ രാവിലെ ഒരു മോർണിംഗ് വാക്ക് എപ്പോഴും ഒരു ഫ്രഷ് ഫീൽ ആണ്. അതേ നോക്കിക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇത്രയും ക്ലോസ് ആയിട്ട് സൺറൈസ് കാണുമ്പോൾ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ നിങ്ങൾ അപ്പോൾ നാട്ടിൽ ഈ സ്വഭാവമൊന്നും ഇല്ലായിരുന്നു, നേരത്തെ കാലത്തൊന്നും എനിക്കത്തില്ലായിരുന്നു. നാട്ടിൽ നേരത്തെ എണീക്കും അത്യാവശ്യം, എന്നാലും ഇത്രയും ക്ലോസ് ആയിട്ട് ഇങ്ങനെ ബീച്ചിന്റെ സൈഡിൽ ഇരുന്നുകൊണ്ട് സൺറൈസ് കാണാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ്. പിന്നെന്താ അടിപൊളിയാണ് മാൾട്ടയിലെ മോർണിംഗ്. അതായത് 6-7 മണി വരെ അടിപൊളിയാണ്. അതിനപ്പുറത്തേക്ക് ഇപ്പോഴത്തെ സമ്മറിൽ ഭയങ്കര ടാസ്ക്കാണ്. വേറെ ഒന്നുമല്ല, ഭയങ്കര ചൂടാണ്. നമ്മൾ പുള്ളിപ്പോവും. ഇനി ഇവിടെ ഉള്ളവർ ചിലപ്പോൾ ഇതുമായിട്ട് യൂസ്ഡ് ആയിരിക്കും. ഞാൻ വന്നതല്ലേ ഉള്ളൂ, അപ്പോൾ എനിക്ക് ഭയങ്കര പാടാണ് അതുമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ. അത് കാരണം ഞാനൊരു 5:30-5:45 ആകുമ്പോൾ നടക്കാൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 6:30-6:45 എല്ലാം ക്ലോസ് ചെയ്ത് ഞാൻ എൻ്റെ റൂമിൽ പോകും. നോക്കിക്കേ, കൊള്ളാം അല്ലേ? എല്ലാവരും ഒക്കെ എണീറ്റ് വരുന്നതേ ഉള്ളൂ. പക്ഷെ എന്നാലും കുറേ പേരൊക്കെ ഇങ്ങനെ നടക്കാനൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആ അങ്കിൾ അവിടെ നിന്ന് ചുമ്മാ ഇരുന്ന് എന്തോ പോസ്റ്റ് അടിക്ക് വന്നു. ഞാനപ്പോൾ നടത്തൊക്കെ കഴിഞ്ഞ് റൂമിലോട്ട് പോവുകയാണ്. ഇപ്പോൾ 6:30-6:45 ഇപ്പം തന്നെ വെയിലാണ് ഭയങ്കര. ഇനി എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഉള്ളിൽ പോകും. അതറിഞ്ഞ റൂമിലോട്ട് പോവാണ്. പിന്നെ ഇന്ന് ഫസ്റ്റ് ഓഫ്ലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് കോളേജിൽ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അങ്ങനെ നടത്തൊക്കെ കഴിഞ്ഞ് ഞാൻ അപ്പാർട്ട്മെന്റിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുമ്പോഴേക്കും കോഫി ഉണ്ടാക്കുക. ഒരു കോഫിയൊക്കെ കുടിച്ച് കുറച്ചും കൂടെ ഒന്ന് ഫ്രഷ് ആയി കഴിയുമ്പോഴേക്കും കുറച്ചുകൂടെ ടൈം ആവും. അപ്പോൾ ഇവിടെ എല്ലാവരും എണീക്കും. ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ എല്ലാവരും എണീക്കും. ഞങ്ങൾ 7 പേര് ഒരുമിച്ച് ഒരു അപ്പാർട്ട്മെന്റിലാണ് സ്റ്റേ. ഇപ്പം ഞാൻ മാത്രമേ എണീറ്റിട്ടുള്ളൂ. എനിക്ക് മാത്രമേ ഉള്ളൂ രാവിലെ എണീറ്റിട്ട് നടക്കാൻ പോകുന്ന പ്രാന്തൊക്കെ. അങ്ങനെ ഞാൻ കോഫിയൊക്കെ ഇട്ട് ബാൽക്കണിയിൽ വന്നിരിക്കുകയാണ്. നല്ല രസമാണ് ഇങ്ങനെ ബാൽക്കണിയിൽ വന്ന് കോഫിയൊക്കെ കുടിച്ചിരിക്കാം. പക്ഷേ വെയിലുണ്ടാവരുത്. വെയിലുണ്ടെന്നുണ്ടെങ്കിൽ പ്രശ്നവും. ഇപ്പം കുറച്ച് വെയിലൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കിങ്ങനെ കുറച്ച് നേരം കോഫിയൊക്കെ കുറിച്ച് ഒറ്റയ്ക്കിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നാട്ടിലായിരുന്നെങ്കിൽ ഞാൻ കിച്ചണിൽ എനിക്കൊരു കസേരയുണ്ട്. ഞാൻ എന്നിട്ട് അവിടെ കിച്ചണിൽ പോയി രാവിലെ എണീറ്റ് അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മ എനിക്ക് കോഫിയൊക്കെ തരും. അതൊക്കെ കുടിച്ചിട്ട് കുറേ നേരം അമ്മയോട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് ഫ്രണ്ട്സിൻ്റെ കാര്യം, എൻ്റെ കുറേ കാര്യങ്ങൾ. പിന്നെ ഞങ്ങൾ കുറേ നേരം റീൽസൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കും. ഞാൻ മിക്കവാറും കിച്ചണിലെ കസേര തന്നെ ഇങ്ങനെ ഇരിക്കും. അമ്മ അമ്മയുടെ പണി നോക്കും. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സഹായിച്ചു കൊടുക്കും. എപ്പോഴും അമ്മ തന്നെയായിരിക്കും ചെയ്യുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അമ്മയെ കുറേ മിസ് ചെയ്യുന്നുണ്ട്. മിസ് ചെയ്യും അമ്മ. അമ്മയുടെ കോഫി മിസ് ചെയ്യുന്നുണ്ട്. അമ്മയുടെ ഫുഡ് മിസ് ചെയ്യുന്നുണ്ട്. നമ്മൾ തമ്മിലുള്ള കുറേ നേരത്തെ സംസാരം മിസ് ചെയ്യുന്നുണ്ട്. ഞാനിങ്ങനെ കുറച്ച് നേരം കോഫിയൊക്കെ കുറിച്ച് ഇവിടെ കുറേ നേരം ഒറ്റയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും. എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ ചിന്തിച്ച് ഞാൻ വേറെ കുറേ കാര്യങ്ങളിലേക്ക് പോകും. വേറെ കുറേ സ്ഥലങ്ങളിലേക്കൊക്കെ എത്തും. അപ്പം ഞാൻ എൻ്റെ ചിന്തയിലോട്ടൊക്കെ പോട്ടെ. ഇനി നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.